ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരു നോമ്പർപ്പിക്കലുണ്ടായിരുന്നു കേട്ടോ താത്താടെ വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ പോവാണ് കേട്ടോ. പണികളുണ്ട്, എല്ലാതും നമ്മൾ ഉണ്ടാക്കുക തന്നെയാണ്, ഒന്നും വാങ്ങിക്കൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോയിട്ടാ. അപ്പോൾ ഞാനും കുട്ടികളും കൂടിയിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോവാണ്. അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോൾ പിന്നെ കുഞ്ഞാത്തയും സുലൈദാത്തയും എല്ലാവരും വന്നു കേട്ടോ. താത്താരാട്ടോ അതൊക്കെ. എല്ലാവരും വന്നു. പിന്നെ പത്തിരിക്ക് പൊടി വാട്ടലായി, കുഴക്കലായി. അപ്പോൾ ഇതൊരു സൂത്രപ്പണി കേട്ടോ. നമ്മുടെ ഒരു കവറിലിട്ടിട്ട് പത്തിരിയുടെ പൊടി വാട്ടിയിട്ട് ഇതുപോലെ ഒരു കവറിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ കൈ പൊള്ളില്ല, നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇവർ പത്തിരിയൊക്കെ കുഴയ്ക്കാറ്. അപ്പോൾ ഞാനും ചില സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ നല്ല കവർ കിട്ടും. നമ്മൾ പത്തിരിപ്പൊടി വാങ്ങിക്കുന്ന കവർ തന്നെ കേട്ടോ അത്. പൊടി വാങ്ങിക്കണ അജ്മി പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതിൻ്റെ കവറാണത്. അപ്പോൾ അതിൻ്റെ കവറിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ പൊള്ളാണ്ട് തന്നെ നന്നായിട്ട് ഒന്നും കൂടി മറ്റേ തറയിലിട്ടിട്ട് കുഴച്ചാൽ മതി കേട്ടോ. അടുപ്പും തറയും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചാൽ മതി. ഒന്ന് ഒതുങ്ങി കിട്ടും. നമ്മളിതുപോലെ കവറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചൂട്ടോടെ തന്നെ കുഴയ്ക്കാനും പറ്റും കേട്ടോ. ഇതൊരു ട്രിക്കാണ്. പരീക്ഷിക്കാത്തവരാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പിന്നെ ഞങ്ങൾ പത്തിരി ഒന്ന് പ്രസ്സിൽ പരത്തി, പിന്നെ ഒന്ന് കയ്യിൽ പരത്തി. അപ്പോൾ ഞാൻ പ്രസ്സിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ ഒന്ന് കുഴലിലും പരത്തിയിട്ടാണ് പിന്നെ പത്തിരി ചുടാനായിട്ട് നിന്നു. അപ്പോൾ ഒരു 10 മണി 11 മണി ആകുമ്പോഴേക്കും പത്തിരി പണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി വെക്കാനുണ്ടായിരുന്നു, പിന്നെ കടികളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പത്തിരി പണിയാണ് കഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ ഇതാ ബീഫും ചിക്കനും ഒക്കെ കൊടുന്നിട്ടുണ്ട്. അപ്പോൾ അവർ താത്താരവിടെ പുറത്ത് കഴുകുന്നുണ്ട്. ഒരാൾ ബീഫ് കഴുകുന്നുണ്ട്, ഒരാൾ ചിക്കൻ കഴുകുന്നുണ്ട്, അങ്ങനെ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിന് ഭയങ്കര വേദന, എന്താണെന്നറിയില്ല. അതാണ് ഞാൻ 2-3-4 ദിവസമൊന്നും വീഡിയോ ഒന്നും എടുക്കാത്തത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കൈ ഭയങ്കര വേദനയാണ്, കൈയിൻ്റെ മുട്ടിൽ. അതെന്താണാവോ, അറിയില്ല. ഡോക്ടറെ കണ്ടിട്ടില്ല, ഡോക്ടറെ കാണണം. അപ്പോൾ അവിടെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ ചെറിയൊരു മോനുണ്ട്. അപ്പോൾ അവന് തിന്നാൻ കൊടുക്കണ എൻ്റെ അങ്കാട്ടോ. അവിടെ എല്ലാവരും കൂടി കൈ കൊട്ടിയിട്ടും കളിച്ചിട്ടൊക്കെ അവന് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മസാലയൊക്കെ കൂട്ടി ബീഫിലേക്കുള്ളത് കേട്ടോ. ബീഫിലേക്കുള്ള മസാലയൊക്കെ ഇടുകയാണ്. പിന്നെ അത് തിരുമ്മി കൂട്ടി കുറച്ച് നേരം അവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷമായിട്ട് അത് കുക്കറിലേക്ക് മാറ്റിയിട്ട് അടുപ്പത്തേക്ക് വെക്കുകയുള്ളൂ. അപ്പോൾ ഇത് കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചിട്ടുള്ള പൊടിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അതൊന്നും കുറച്ചൊക്കെ ഇട്ടു. അങ്ങനെ മസാലയൊക്കെ കൂട്ടി പിടിപ്പിച്ചിട്ട് അവിടെ തിരുമ്മി കൂട്ടിയിട്ട് അവിടെ വെച്ചപ്പോൾ ഒരാളവിടെ പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് അടുപ്പൊഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യണത് കേട്ടോ. അങ്ങനെ ഇതാ ബീഫൊക്കെ മസാല പുരട്ടി ചെറുനാരങ്ങയൊക്കെ ലാസ്റ്റാണ് ഓർമ്മ വന്നത് ചെറുനാരങ്ങ പിഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ മോള് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ഒഴിച്ച് തരാം കേട്ടോ. കുരു പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കയ്യിലേക്ക് ആക്കണത് കേട്ടോ. എന്താ കയ്യിലേക്ക് ആക്കണത് ചിലപ്പോൾ കമൻറ്റ് വരും, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ കുരു പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇതാ എന്താ പറയുക, നമ്മുടെ ബീഫൊക്കെ മസാലയൊക്കെ പുരട്ടി അങ്ങനെ വെച്ചിട്ട് ഇനി കുക്കറിലേക്ക് ഇത് മാറ്റിയിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തക്കാളി സബോളൊക്കെ വാട്ടിയിട്ട് നമ്മൾ സാധാരണ കറിക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് അളിയന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ വെച്ചിട്ട് അളിയൻ കുറച്ച് സബോളൊക്കെ അളിയൻ്റെ അടുത്ത് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അളിയൻ മുറ്റത്ത് ഒരു പുറത്ത് തന്നെ ഇരുന്നിട്ട് കാറ്റും കൊണ്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ പത്തിരിയൊക്കെ ആയപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണിക്ക് പൊരിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു, ചിക്കൻ പൊരിക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ സമൂസയ്ക്കുള്ള കൂട്ടൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. റെഡിയാക്കിയിട്ട് പിള്ളേരെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അവർ സമൂസ ഒക്കെ ചിറ്റിക്കോളാന്ന് പറഞ്ഞപ്പോൾ പുറത്ത് നല്ല വെളിച്ചവും വെളിച്ചമൊക്കെ ഉണ്ട്, അകത്ത് ഇരുട്ടാന്നും പറഞ്ഞിട്ട് അവർ പുറത്ത് വന്ന് നിന്നിട്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ എല്ലാം സെറ്റാക്കട്ടോ. എനിക്ക് സമൂസയുടെ ഇപ്പോഴും സമൂസ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഫില്ലിങ് ഉണ്ടാക്കാൻ അറിയും, മറ്റേ ഇതിങ്ങനെ പടക്കം പോലെ ആക്കാറില്ല. സമൂസയുടെ ഷേപ്പാക്കാൻ അറിയില്ല. അപ്പോൾ വാവച്ചിക്ക് അറിയാട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ആയത് സെറ്റായിട്ടുണ്ടായിരുന്നു. ദമ്മൊക്കെ പൊട്ടിച്ച് അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് കുറച്ച് നേരം പോയിരുന്നു. മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് അവിടെ പോയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ കൊടുത്തു. അപ്പോൾ പിന്നെ എല്ലാവരും നോമ്പറക്കായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ നോമ്പറക്കായിരിക്കുന്ന പോലെ നമുക്ക് ക്യാമറയും വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തന്നെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ അങ്ങനെ നോമ്പറപ്പിക്കലൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും നോമ്പറക്കണ വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്.
അപ്പം എല്ലാവരും എന്നെ ചിലപ്പോൾ തിന്നാൻ വരും. അന്ന് ഞാൻ പറഞ്ഞതാണ് ഇനി വീഡിയോ നിർത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇടുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വയ്യട്ടാ, ഒന്ന് പറയണ പോലെ ഒന്നുമല്ല. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സംസാരത്തിൽ നിന്നാണ് നമ്മുടെ ഊർജം പോവുക, എനർജി പോവുക. അപ്പോൾ വർത്താനം പറയാനൊന്നും വയ്യ, വീഡിയോ എടുക്കാനോ ഒന്നിനൊരു മൂഡ് തോന്നണില്ല. എന്തായാലും നോമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ ഉഷാറായി വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നോമ്പർപ്പിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താത്താടെ മോളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടുകാരനെയാണ് മെയിനായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് നോമ്പർപ്പിക്കൽ വെച്ചത് കേട്ടോ. അതിൽ കൂടെ ഞങ്ങളും കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ശരിക്കും എനിക്ക് ആ വാങ്ങ് കൊടുക്കുന്ന നേരത്ത് അവരേനൊന്നും ശരിക്കും പോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ വാങ്ങ് കൊടുത്തപ്പോൾ പിന്നെ എല്ലാവർക്കും നോമ്പ് തന്നെയല്ലേ, ആകെ ഒരു തിക്കും തിരക്കായി. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നോമ്പറക്കണ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. കുറേ കാര്യങ്ങൾ അതിൽ കാണിക്കാത്തുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഫോണ് ആളിയൻ്റെ കൂടെ എങ്ങനെയും പോകുമ്പോൾ ഫോണും കൈ പിടിച്ചിട്ട് പോകും. എന്നിട്ട് വീഡിയോ എടുക്കാൻ നേരത്തെ നോക്കിയാൽ ഫോണ് കാണില്ല. അപ്പോൾ പിന്നെ ആ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഫോൺ ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് നേരത്തെ വീഡിയോ ഉള്ളൂ, ഒരു 5-6 മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ വാങ്ങിക്കൊടുക്കാറ് എന്താ പറയുക, ഇന്ന് നോമ്പെടുക്കുന്ന സമയമായി തുടങ്ങി. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതിലേക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.